ഇനിയുള്ള നീക്കങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചായിരിക്കണം. ഇതെല്ലാം ഉള്ള പീറ ഇച്ചേമര അറിഞ്ഞാലുണ്ടല്ലോ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും. എത്ര ഭൂകമ്പം ഉണ്ടായാലും ശരി നമ്മുടെ മിനി നമ്മുടെ കൂടെ നിൽക്കുന്നു ഉറപ്പുവരുത്തണം. നമ്മുടെ മിനി നമ്മോടൊപ്പം അല്ല, അവന്റെ മിനി അവനോടൊപ്പം. നമ്മൾ ഒരു കാര്യം പറയുമ്പോ നീ പറഞ്ഞോ. അപ്പൊ മിനി കൂടെ നിൽക്കണമെങ്കിൽ മിനിയുടെ സ്നേഹം ദൃഢമാണെന്ന് അടിവരയിട്ട് ഉറപ്പിക്കണം, തെളിയിക്കപ്പെടണം. അതിന്ന് രാത്രി തെളിയിക്കാം. എങ്ങനെ? ഇന്ന് രാത്രി ഞാൻ പോയി മിനിയുടെ ജനാലയ്ക്ക് തട്ടും. തുറന്ന് എന്നോട് 1 മിനിറ്റ് വർത്താനം പറഞ്ഞാൽ സ്നേഹം സത്യവും ദൃഢമാണെന്ന് തെളിയിക്കപ്പെടും. എന്ത്? ഇന്ന് രാത്രി ആ വീട്ടിൽ പോകുന്ന അത്ര ശക്തമായ ദൃഢമാക്കല് വേണ? അയ്യോന്റെ ഇടി. അത് സാരമില്ലടാ. താരമില്ലേ, രണ്ടും കൂടി അങ്ങോട്ട് പോയാ മതി. ഞാനില്ല. നീയും വരും. ഇതിനു വേണ്ടി ചാകാൻ വരെ തയ്യാറാണെന്ന് പറഞ്ഞവനാ നീ. എടാ രാധു വെടക്ക് ടീമാണ്. സാഹസികതയ്ക്കൊരു അതിരുണ്ട്. അതിരില്ല. എന്തായി കാണിച്ചേ? കാണണം തോന്നി, കണ്ടു. ശല്യായോ? ഇല്ല, എന്നാലും ഇനിങ്ങനെ വേണ്ട കേട്ടോ. കുറച്ചുനാള് വെച്ചോട്ടെ എന്ന് ചോദിക്കാൻ പോവായിരുന്നു ഞാൻ. വെച്ചോളൂ. പോട്ടെ. ഒറ്റയ്ക്ക് വന്നേ? അല്ല, ദേ മറ്റവന്മാരും ഉണ്ട്. ഞാൻ ഇറങ്ങി വരണോ? ഇറങ്ങി വരാൻ ഞാൻ പറയില്ല, പക്ഷെ വന്നാ അവരുടെ മുന്നിൽ എനിക്കൊന്ന് ഷൈൻ ചെയ്യാമായിരുന്നു. ഞാൻ വരാം, എന്നിട്ട് ഉടനെ ഇങ്ങ് കേറൂട്ടോ. അവനെന്താ പിന്നെ കോർത്ത് നിൽക്കുന്നേ? ആ അയ്യോന്റെ ഇടിയും വാങ്ങിയിട്ടേ വരളുന്നാ തോന്നണം. അയ്യോ, പേടിച്ചുപോയി. തെളിഞ്ഞോടാ, അടിവരയിട്ട് ഉറപ്പിക്കാവോ? ഇതിനപ്പുറത്തേക്ക് ഇനി എന്ത് തെളിയിക്കാൻ, എന്തുറപ്പിക്കാൻ? കയ്യും കാലൊക്കെ വിറയ്ക്കുന്നു. ഇനി ഇങ്ങനെ വേണ്ട കേട്ടോ. വന്നതിൽ സന്തോഷം. നാളെയും കാണണം. അയ്യോ, ഇവിടെ വെച്ച് വേണ്ട. വേണ്ട, നാളെ നദിയുടെ വടക്കേറ്റത്ത് ഞാൻ കാത്തിരിക്കും. വരൂ. വരാം. പോയി കിടന്നോളൂ, ഞാൻ പോയേക്കാം. നിക്ക്, ഞാൻ കേറിട്ട് പോയാ മതി. ഇനി വരാതിരിക്കോ? എടാ, ഇന്നലത്തെ പരിഭ്രമത്തിന് വെറുതെ കയറി പറഞ്ഞായിരിക്കും വരാന്ന്. എവിടെ വരാനാ? അവൾ ഇന്നലെ പുറത്തിറങ്ങി വന്ന് നല്ലൊരു അവസരം ഉണ്ടാക്കി തന്നല്ലേ. എന്നിട്ട് നീ തൊട്ട് ധരിപ്പിച്ചിരുന്നെങ്കിൽ അവള് ചൂല് പോലെ ഇങ്ങ് വന്നേനെ. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ, പെണ്ണിനെ തൊട്ട് തലോടാതെ ഈ ഭൂമിയിൽ ഇന്നോളം ഒരു പ്രേമവും പൂവിട്ടിട്ടില്ല, കായ്ച്ചിട്ടില്ല. ഇതൊക്കെ അറിഞ്ഞിട്ടും ഇവിടെ വന്ന് അവളെ കാത്തിരിക്കുന്ന നമ്മളെ ടൈം ടേബിൾ വെച്ചിട്ട് തരണ്ടി വാലടിക്കണം. അതെ, വെറുതെ നേരം കളയണ്ട. വാ പോവാം. മിനി വരും. വരും. ഇവര് പെണ്ണുങ്ങളുടെ ഭൂമിശാസ്ത്രം അറിയില്ല. എടാ, ഞാൻ ആവർത്തിച്ചുറപ്പിച്ച് പറയുന്നു, അവള് വരില്ല. പക്ഷെ വരുന്നുണ്ട്. എവിടെ? ഇവിടെയല്ല, അതാ അവിടെ. ഇതൊന്നും നിന്റെ കഴിവുകൊണ്ടല്ല, ഞങ്ങളുടെ മിടുക്കൊണ്ടായേ. നീ പറഞ്ഞ സ്ഥലത്ത് അവള് പൂർണ്ണ മനസ്സോടെ എത്തുന്ന ആദ്യത്തെ സിറ്റുവേഷനാ. ഇപ്പൊ ലൈൻ മുറുകി കഴിഞ്ഞു. ഇനി ശരിക്കങ്ങ് നൂർത്തെടുത്തോണം. ഞങ്ങള് മാറുക. എന്നും കോരിത്തെരിപ്പോടെ അവള് നിന്നെ ഓർക്കണം. അതിനുള്ള മരുന്നും കൊടുത്തേ വിടാവൂ. വാ. മരുന്നോ? എന്ത് മരുന്ന്? അമൃതാഞ്ജനം. ഈ 100-ാം മണി സമയത്ത് അവനൊരു സംശയം. എടാ, അവക്ക് മറക്കാനാവാത്ത ഒരു കനത്ത ചുംബനത്തിലൂടെ കാര്യത്തിലേക്ക് കടക്കാവൂ. മതി, ഇനി നമ്മൾ നിൽക്കണ്ട. നമ്മൾ നിന്ന് അറയ്ക്കും. നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മൾ നിൽക്കുന്നില്ലല്ലോ, നടക്കല്ലേ. നമ്മൾ അപരിചിതരായ 2 വഴിപോക്കർ. നമുക്ക് ലവനെ അറിയത്തില്ല, ലവളെ അറിയത്തില്ല, ഇല്ലേ? അതെ, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബക്രാരങ്ങൾ അണക്കെട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച്. അതെ, പരിസ്ഥിതി സംരക്ഷണവും അണക്കെട്ടുകളും. അവരെന്തൊക്കെയോ പറഞ്ഞോണ്ട് പോകുന്നു. എന്നെ കണ്ടിട്ടൊന്നും ശ്രദ്ധിച്ചു പോലുമില്ല. നമുക്ക് ശല്യം ഉണ്ടാക്കാതെ ഒഴിഞ്ഞു മാറാണെന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ബന്ധപ്പാടാ. നമ്മൾ തിരിഞ്ഞു നോക്കണോ? എന്തിന്? അപരിചിതരെ നമ്മൾ എന്തിനു തിരിഞ്ഞു നോക്കണം? നമ്മൾ ഒളിഞ്ഞു നോക്കണം. പ്രസംഗം മാത്രമല്ല, പ്രവൃത്തിയും നടക്കുന്നുണ്ടോന്ന് അറിയണമല്ലോ. വാ.
എന്തിനാ വരാൻ പറഞ്ഞേ? കാണാൻ. കണ്ടല്ലോ, ഇനി പൊയ്ക്കോട്ടെ. കണ്ട് കൊതി തീരട്ടെ, അപ്പൊ പറയാം. എന്നിട്ട് പോയിക്കോ. ദേ വള്ളിയും തൂങ്ങി വെറുതെ നിൽക്കുന്നു. ഒരു ഡയലോഗ് പോലും വീണിട്ടില്ല. ഇവനെ എങ്ങനെയാ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക? മാറി കണ്ട, നമ്മളെ കണ്ട. കൊച്ചിച്ചായൻ എന്നെ കുറച്ച് കൂടുതൽ തല്ലേണ്ടതായിരുന്നു അല്ലേ? അതെന്താ? ആ തല്ലല്ലേ മിനിയെ എന്നോട് അടുപ്പിച്ചത്. കുറച്ച് കൂടുതൽ തല്ല് കിട്ടിയിരുന്നെങ്കിൽ മിനിയുടെ കുറച്ച് കൂടുതൽ ഇഷ്ടം എനിക്ക് കിട്ടിയെന്നെ. എനിക്ക് ആദ്യം മുതൽ ഇഷ്ടായിരുന്നു സുധിയെ. എപ്പോ മുതല്? ആ ബുക്ക് അതെടുത്തപ്പം. ലവ് ആൻഡ് ലവ് ഓൺലി. അന്ന് നമ്മൾ അറിയാതെ ഒരുപാട് നേരം നോക്കി നിന്നത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇതേതോ മുജ്ജന്മ ബന്ധമാണെന്ന്. ഇച്ചായമാരെ കുറിച്ച് ആലോചിക്കുമ്പോ പേടിയുണ്ടോ? പേടിയില്ല, എന്നാലും ഓർക്കുമ്പോ മനസ്സിലൊരു തീക്കട്ട വീണ പോലെ. പക്ഷേ ഒടുവിലവർ സമ്മതിക്കും. ഞാൻ അന്നേ പറഞ്ഞില്ലേ, എന്റെ വിശ്വാസം അത്. അവരുടെ വിളക്കാണ് ഞാൻ, വെളിച്ചം, അവരുടെ രാജകുമാരി. എന്റെയും. ദേ ഒരു ചിത്രശലഭം. ഞാൻ പിടിച്ചു തരാം. ദേ പക്കിയെ പിടിക്കാൻ നടക്കുന്നു. യവനെ എന്തോന്നിന് കൊള്ള അവിടെ ചിപ്പായി. രാധാമാധവ, മിക്കവാറും അവൾ അവനെ ഇട്ടിട്ട് പോകും. നമ്മൾ ഗൗരവമായി ഇടപെട്ടില്ലെങ്കിൽ ഇന്നോടെ ഈ ലൈൻ തകരും. നീ വന്നേ. ആ മതി മതി മതി, നിർത്ത്, വീട്ടിൽ പോ. എന്താ? വേണ്ട, ഈ പരിപാടി ഇന്നത്തേക്ക് നിർത്ത്. എന്നിട്ട് നാളെ വേറെ വിധത്തിൽ തുടങ്ങാം. എന്താടാ കാര്യം? എടാ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രേമവും ഇല്ല, സ്നേഹവും ഇല്ല, ഒരു ചുക്കും ഇല്ല. ഞങ്ങൾക്കും ചില ഉത്തരവാദിത്തമുള്ള ലവ് അഫെയർ ആണിത്. അതുകൊണ്ട് ഞങ്ങളും ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെ പ്രേമിക്കാൻ പഠിപ്പിച്ചേ ബാക്കി കാര്യമുള്ളൂ. കൊടുക്കട ചിപ്പായി. എന്താ ഇത്? വൈറ്റ് പേപ്പർ, വെള്ളക്കടലാസ്. എന്തിനാ? പ്രേമലേഖനം എഴുതാൻ. ഒരു ചേയുമില്ല. രണ്ടുപേരും മനസ്സ് തുറന്ന് ആശയവിനിമയം നടത്തേണ്ട ഘട്ടമാണിത്. രണ്ടു മനസ്സുകൾ ഒന്നാവണ്ടേ? അതിന് പരസ്പരം അറിയണം. അറിയണമെങ്കിൽ എഴുതണം. ഉള്ളു തുറന്ന് എഴുതണം. പറ, എഴുതോ? നോക്കട്ടെ. അത് എനിക്ക്. നിക്ക്, കൈമാറരുത്. ഇങ്ങോട്ട് തന്നാ മതി. എടാ ഞങ്ങള്. ഒന്നും പറയണ്ട. രാധു, നീ സുധീർ വാങ്ങിച്ചോ. കൊടു. എടാ അത്. ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾക്കറിയാൻ പാടില്ലാത്ത രഹസ്യം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. കൊടുമിനി. ആ രാധു, വാ. നീ അങ്ങോട്ട് ഇരുന്ന് വായിച്ചോ, ഞാൻ ഇങ്ങോട്ട് ഇരുന്ന് വായിക്കാം. ഉറക്കെ വായിക്കരുത്, കൺഫ്യൂഷൻ ആവും. രാധു, അതിനകത്ത് എന്താ? ഇതിലൊന്നുമില്ല, 0. ചിരിക്കല്ലേ. ഇനി നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല, കുന്തുമില്ല. വരും വരായികളൊക്കെ സോറി, എന്താ പറഞ്ഞ? വരും വരായികളൊക്കെ നിങ്ങൾ നോക്കിക്കോ. രക്ഷപ്പെടട്ടെ എന്ന് എന്തെങ്കിലും പറഞ്ഞെന്നാ കളിയാക്ക. നിർത്തി, സകലതും നിർത്തി. ഗുഡ് ബൈ. ഇവിടെ വാടാ. ഞാനെല്ലാം ശരിയാക്കി കാണിക്കാം. വേണ്ട, നീ ഒന്നും കാണിക്കണ്ട. നിന്റെ പണി നോക്ക്. ഇവിടെ വരാനാ പറഞ്ഞ. ഇല്ല. ഗുഡ് ബൈ. അവരെന്താ പിണങ്ങിപ്പോയതാ? ഏയ്, ഇപ്പൊ മിനിയെ ഞാനൊന്ന് തൊട്ടാ മതി, അവരിങ്ങ് വരും. പിണങ്ങി തന്നെ നിന്നോ. അപ്പൊ അവൻ തീർച്ചയായും തൊടും. അതായത് തൊടാതെയും പിടിക്കാതെയും ഉള്ള പ്രേമങ്ങൾ ഒന്നും പ്രേമങ്ങളെ അല്ലെന്നാ അവരുടെ മതം. അതിനിപ്പോ എന്ത് ചെയ്യാൻ പോന്നു? ഞാൻ മിനിയൊന്ന് തൊടാൻ പോകുന്നു, അവർക്ക് വേണ്ടി. എവിടെ? കുറഞ്ഞ പക്ഷം എന്റെ ചുണ്ടുകൊണ്ട് മിനിയുടെ ചുണ്ടിലൊന്ന് തൊടുന്നത് കാണണമെന്നാണ് അവരുടെ ഡിമാൻഡ്. അയ്യടാ, ഞാനിപ്പോ വിരലുകൊണ്ട് മിനിയുടെ ചുണ്ടിലൊന്ന് തൊടാൻ പോവാ. അയ്യേ, ഞാനില്ല. മിനി പ്ലീസ്, എളുപ്പം തൊട്ടിട്ട് ഞാൻ അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കാം. ഞാൻ തൊടാൻ പോവാ. സുധി, എന്താ ഇത്? പ്ലീസ്. ഞാൻ തൊടാൻ പോവാ. വേണ്ട, ഞാൻ ഓടും. ഞാൻ തൊട്ടു. ഞാൻ ഓടി. മിനി, എന്നാ തൊട്ടിട്ടേ ഉള്ളൂ. മിനി, നിക്കാൻ. അവിടെ നിക്കാനാ പറഞ്ഞത്. വിടരുത്. തൊട്ടാ മാത്രം പോരാ. ആലിംഗനം. പിടിച്ചു നിർത്തടാ. പിടിക്കടാ.
രാജു വേണ്ട, തല്ലിക്കോട്ടെ, ഇഷ്ടം പോലെ തല്ലിക്കോട്ടെ. തൊട്ടുപോരുത് എന്റെ സുധിയെ. സുധി എന്റെയാ, ഞാൻ സുധിയുടെയും. എനിക്കിഷ്ടമാ സുധിയെ, സുധിക്ക് എന്റെയും. മിനി, എന്റെ പൊന്നനെത്തി നീ. കൊച്ചിച്ചായ, എനിക്ക് മാപ്പ് തരണം. പറ, കൊച്ചിച്ചായന്റെ എനിക്ക് മാപ്പ് തന്നു പറ. നിക്ക്, കൊച്ചിച്ചായ പോണ്ട. ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പ്ലീസ്. എന്നെ വെറുക്കല്ലേ കൊച്ചിച്ചായ. വെറുക്കരുതെന്ന് ഞാൻ ഇനി ഉണ്ടായിട്ട് വേണ്ട നിന്നെ വെറുക്കാൻ. ഈ വർക്ക് ഇനി ഇല്ലടി. ഈ വർക്കിക്ക് ഇങ്ങനെ ഒരു അനിയത്തിയില്ല. വെറുക്കരുതെന്ന്. വെറുപ്പേ ഉള്ളടി നിന്നോട്, വെറുപ്പ് മാത്രം. ഞാനിപ്പോ നിന്നെ വെറുക്കുന്നതിന്റെ 100 ഇരട്ടി എന്റെ കുട്ടിച്ചായനും എന്റെ ഈയോ ചായനും ഞങ്ങളുടെ അമ്മച്ചിയും നിന്റെ വെറുക്കൂടി. നോക്കിക്കോ. ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല സുധി, ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചേയില്ല. ഞാൻ എന്ത് ചെയ്യും? ഇനി ഞാൻ വീട്ടിലേക്ക് പോവില്ല സുധി. എങ്ങനെ ഞാൻ പോവുക? എങ്ങനെ ഇച്ചയന്മാരുടെ മുഖത്ത് നോക്കുക, അമ്മച്ചിയുടെ മുഖത്ത് നോക്കുക?